പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ, പ്രത്യാശാവചനങ്ങൾ എന്ന പേരിൽ നടക്കുന്ന ഈ ശുശ്രൂഷയെയും ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഒപ്പം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചന ധ്യാനം ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന യോഹന്നാൻ ശ്ലീഹായുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വചനമെടുത്ത് ധ്യാനിക്കുകയായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടത് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയിൽ നിന്നും മാത്രമല്ല നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുവാൻ കാരണം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്നെല്ലാം നമ്മൾ എടുത്തു. അനന്യാസിൻ്റെ, സഫീറായുടെ, ക്രിസ്തുയേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയ യൂദാസിൻ്റെ, അങ്ങനെ ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി അവസാനം പഴയ നിയമത്തിലെ യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും അനുഭവമാണ് നമ്മൾ ചിന്തിച്ചത്. ഏസാവും യാക്കോബും രണ്ട് ജനതകളായി പിരിയുമെന്ന് ദൈവം മുൻകൂട്ടി അവരുടെ അമ്മയോട് പറഞ്ഞിട്ടും അവർക്കത് വേണ്ടുവണ്ണം മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സമയമാകാഞ്ഞതുകൊണ്ടോ അവർ തമ്മിൽ അകന്നുപോയി. പോയവർക്കെല്ലാം ഏറെ വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സങ്കടങ്ങളും ഈ വേദനകളൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. എത്രയും ഞങ്ങളെ കരുതുന്ന, വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്ന ആദരമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധികൾ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിയുന്നതിനാൽ സ്തോത്രം. ഏതെങ്കിലും വിധത്തിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഈ വചനം കേട്ടിട്ടും ഈ വചനത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്നവർ, ഈ വചനം കേട്ടിട്ട് മനസ്സിലാകാത്തവർ, കർത്താവ് എല്ലാവരും ഇത് രൂപം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾവി മുഖാന്തരമായി ഒത്തിരി വേദനിക്കുന്നവർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. കിഡ്നി രോഗികളായിട്ടുള്ളവർ, കുടുംബ സമാധാനമില്ലാത്തവർ, ജോലി ലഭിക്കേണ്ടവർ, എക്സാം എഴുതാൻ പൈസ ഇല്ലാത്തവർ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പല ആളുകൾ, മാനസിക രോഗികളായിട്ട് വീട്ടിലുള്ളവർ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, കർത്താവേ യേശുവേ, അങ്ങനെ പല വിധത്തിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ടല്ലോ. ഈ വ്യക്തികളെയും ഈ വിഷയങ്ങളെല്ലാം നാഥ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വെച്ചു തരികയാണ്. ആ മക്കളോട് കൂട്ടായ്മ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയുടെ കരം അവർക്ക് നീട്ടണമേ, സൗഖ്യപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഈ വചന ശുശ്രൂഷയ്ക്ക് നൽകണമേ. ഇത് കേൾക്കുന്നവർക്ക് നിൻ്റെ കൃപ ധാരാളമായി വർഷിക്കണമേ. എല്ലാ നന്മകളും ഈ ശുശ്രൂഷയ്ക്ക് നൽകി ഫലം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് കർപ്പിക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ നന്മ ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി ഇന്നതാണെന്ന് വെളിപ്പെട്ടിട്ടും ആ പദ്ധതി തൻ്റെ കുടുംബത്തോടോ തൻ്റെ പിതാവിനോടോ മാതാവിനോടൊക്കെ പറയുമ്പോൾ അത് വേണ്ടവണ്ണം ഗ്രഹിക്കാതെ പോവുകയും അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി മക്കൾ കൂട്ടായ്മയിലുണ്ട്. ഞാൻ സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതാനുഭവം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ ഈ വിവരമറിഞ്ഞ് അദ്ദേഹത്തെ വീടിന് പുറത്ത് കടത്തിക്കളഞ്ഞു. വീട്ടിൽ ഇനിയൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്ത് അടിച്ചു. ഈ നാളുകളിലും അങ്ങനെ പല മതത്തിൽപ്പെട്ടവരെ ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ
വീട്ടിൽ നിന്ന് പുറത്തു കളഞ്ഞത് ഞാൻ സാക്ഷ്യം കേൾക്കാനിടയായിട്ടുണ്ട്. പ്രിയമുള്ളവർ, അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്കുണ്ടാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പലർക്കും അത് ബോധ്യം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ വേർപാടിൻ്റെ വേദന വല്ലാത്തൊരു അനുഭവമാകയാൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പിന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവരുടെ ഇടയിൽ ആ ക്രൈസ്തവ ദർശനം ഉയർന്നു നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് ഇവർ വന്നു ചേരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവരെ സ്വീകരിക്കുവാൻ, കുടുംബത്തോട് ചേർത്ത് നിർത്തുവാൻ, കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കാണുവാൻ, നല്ല വിവാഹ നിശ്ചയങ്ങൾ രൂപപ്പെടുവാനൊക്കെ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടവണ്ണം അതിൻ്റെ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികളും ഇന്നുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു അനുഭവത്തിലേക്ക് പോകേണ്ട വരിക, അങ്ങനത്തെ ഒരാളാണ് പൂർവ്വപിതാവായ യൗസേപ്പ് അല്ലെങ്കിൽ ജോസഫ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ 37-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ ജോസഫ് ഒരു സ്വപ്നം കാണുകയാണ്. അത് അവൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് അവനോട് അസൂയ തോന്നി അവനെ വെറുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37:5. പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്നു എൻ്റെ കറ്റയെ താണു വണങ്ങി. വലിയൊരു ദർശനമാണ്. ആ യാക്കോബിൻ്റെ മക്കളിൽ ഏറ്റവും ഉന്നതനായിത്തീരും യൗസേപ്പ് എന്ന് ദൈവം പറയുകയായിരുന്നു. ഇതൊക്കെ ഒരു തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. അതിനെ ആർക്കും സംശയത്തോടെയോ നിഷേധാത്മകമായിട്ടോ എന്തുകൊണ്ടിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നീതിയോടും ന്യായത്തോടും സ്നേഹത്തോടും ചേർന്ന് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ലീഡർഷിപ്പിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലുമാണെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ തീർച്ചയായിട്ടും ഈ ദൈവിക പദ്ധതി മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വെറുപ്പിന് കാരണമാകും. ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, കായേൻ അത് ഇഷ്ടപ്പെട്ടില്ല. കായേൻ ഒരിക്കലും ദൈവസന്നിധിയിൽ ചോദിക്കുന്നില്ല, എൻ്റെ ഭാഗത്തുള്ള കുറവെന്താണ്, അത് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ നന്നായി ചെയ്യുമില്ലേ എന്ന് ചോദിക്കുന്നില്ല. മറിച്ച് ദൈവം കായേനോട് പറയുന്നത് ഇങ്ങനെയാണ്, നല്ലത് ചെയ്യുമായിരുന്നെങ്കിൽ നീ സ്വീകാര്യനാകുമായിരുന്നില്ലേ. അപ്പോൾ ബലി നല്ലതാണോ ചീത്തയാണോ എന്നല്ല ദൈവം പറയുന്നത്, നിന്റെ പ്രവൃത്തി നല്ലതായിരുന്നെങ്കിൽ. ബലിയെക്കുറിച്ച് അവിടെ ചീഞ്ഞ ബലിയാണെന്നോ അല്ലെങ്കിൽ ഫ്രഷായ ബലിയാണെന്നോ ഒന്നും അങ്ങനെ പറയുന്നില്ല. അവിടെ നല്ലത് ചെയ്യുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നല്ലതായിരുന്നെങ്കിൽ നിന്റെ ബലിയും സ്വീകരിക്കുമായിരുന്നില്ലേ എന്നാ ചോദിക്കും. അതുകൊണ്ട് പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതും നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, കായേൻ ആ ക്ഷണം ഹാബേലിൻ്റെ കൂട്ടായ്മ വിട്ടു, ദൈവത്തിൻ്റെ കൂട്ടായ്മയും വിട്ടു. എന്നിട്ടോ അവൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ഇതുപോലെ പ്രിയമുള്ളവരെ, ഈ ജോസഫിൻ്റെ ജീവിതത്തിലും അവൻ പാടത്തും അവൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളെല്ലാം കൂടി കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു കൊയ്ത്തിൽ. അപ്പോൾ ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, ബാക്കിയുള്ളവരുടെ കറ്റകളെല്ലാം വന്ന് ഇവൻ്റെ കറ്റയെ താണു വണങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവനിത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റി താണു വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ
ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. പ്രിയമുള്ളവരെ, ആ പിതാവിന് മുൻകാല അറിവുകളുള്ളതുകൊണ്ട്, മുൻകാല അനുഭവമുള്ളതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. സഹോദരന്മാർക്കോ അസൂയ തോന്നി. അങ്ങനെ നമുക്കറിയാം, യൗസേപ്പിനെ അവർ എന്തു ചെയ്യുന്നു? അവർ ആട് മേയിച്ച് നടക്കുമ്പോൾ ക്ഷേമം അന്വേഷിക്കാൻ അപ്പം പറഞ്ഞു വിടുന്ന യൗസേപ്പിനെ അവർ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് കൊന്നു കുഴിയിലെറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു നിന്ന് പറയുകയും ചെയ്യാം, അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് അസൂയയ്ക്ക് ഉള്ള ഒരു അന്തമില്ലാത്ത ഒരവസ്ഥ. കൊല്ലാനുള്ള ദേഷ്യം. ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു സഹോദരൻ നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂലിപ്പണിയുന്ന കറ പിടിച്ച വാഴക്കറയുടെയും ഒക്കെ കറ പിടിച്ച വസ്ത്രമിട്ട് രാവിലെ പറമ്പിലേക്ക് പണിക്കിറങ്ങുമ്പോൾ ഒരുത്തൻ മാത്രം വെള്ളയും ധരിച്ച് അവനങ്ങനെ രാഷ്ട്രീയം പറയാനായിട്ട് പോകുമ്പോൾ അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവനെ പിടിച്ചു നിർത്തണം എന്ന് പറയുന്ന അസൂയയുടെ അങ്ങേയറ്റം ഇവിടെ ജോസഫിൻ്റെ മേൽ സംഭവിക്കുകയാണ്. അസൂയയുടെ ഒരു വലിയ എന്താ പറയുന്നത് വിഷം ഇവരിൽ കയറുകയാണ്. പക്ഷേ അവൻ്റെ സഹോദരനായ രൂബേൻ ഈ വാർത്ത അറിഞ്ഞ് അവനെ രക്ഷിക്കുകയാണ്. നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്, അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക, പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്, അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാണ് രൂപൻ ഇങ്ങനെ പറഞ്ഞത്. രൂപേൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മരുഭൂമി കുഴിയിലേക്ക് ഇട്ടാൽ ചേട്ടന്മാർ പോയി കഴിയുമ്പോൾ അവനെ പൊക്കിയെടുക്കാമെന്ന വിചാരമുണ്ടായിരുന്നു. അവനെ അങ്ങനെ അവർ പൊട്ടക്കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഗിലെയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലിൻ്റെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധപ്പശിയും പരിമളദ്രവ്യങ്ങളും കുന്തിരുക്കും ഒട്ടപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അങ്ങനെ അവരെ മിദിയാനിലെ കച്ചവടക്കാർക്ക്, പ്രിയമുള്ളവരെ, തൻ്റെ സഹോദരനെ വിൽക്കുകയാണ്. ഇവിടെയെല്ലാം ഈ സഹോദരന്മാർക്ക് നന്മ മനസ്സിൽ വരുന്നുണ്ട്, നിയമം വരുന്നുണ്ട്, ചെയ്യുന്നത് പാപമാണെന്നൊക്കെ അറിയുന്നുണ്ട്. പിന്നെ എന്താണ് പ്രിയമുള്ളവരെ, ഈ യൗസേപ്പിനെ, ഈ ജോസഫിനെ അവരുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ കൂട്ടായ്മയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം എന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. പലരും ഇവനെ നശിപ്പിക്കേണ്ട, ഇവനെ രക്ഷിക്കാമെന്നെല്ലാം പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അവനങ്ങനെ ചെയ്തുകൂടാ? അവൻ കണ്ട സ്വപ്നം ഒരുപക്ഷെ ശരിയായിരിക്കാം. അത് ശരിയാകട്ടെ, ശരിയാകാതിരിക്കട്ടെ, വെയിറ്റ് ചെയ്യാം എന്ന് ധൈര്യപൂർവ്വം പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവൻ്റെ ഈ സങ്കടത്തിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇവൻ്റെ ഈ സങ്കടത്തിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരു മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കണമെന്നും ഒരു മനുഷ്യൻ ഏതൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകണമെന്നൊക്കെ അവനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവർക്കും അറിയാം. ചിലർ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും എന്നെ സഹായിക്കാൻ മനസ്സ് വരുന്നില്ല. എവിടെയൊക്കെയോ ഒരു ബ്ലോക്ക്. സഹായിക്കാമെന്ന് പറഞ്ഞവർ പോലും സഹായിക്കുന്നില്ല. ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിലെ സഹോദരി പറഞ്ഞു, അവരുടെ ആ കുടുംബനാഥൻ ഭർത്താവ്
ആത്മഹത്യ ചെയ്തു. എന്താണ്? അവർക്കൊരു സാമ്പത്തിക ക്രൈസിസ് വന്നപ്പോൾ, ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ, അവർക്ക് പ്രത്യേകിച്ച് മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ കുറേ സാമ്പത്തിക കാര്യങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞവർ, ചിട്ടി പിടിക്കാമെന്ന് പറഞ്ഞവരൊക്കെ അതൊക്കെ നിന്നുപോയപ്പോൾ പെട്ടെന്നൊരു നിരാശ അനുഭവപ്പെട്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയ്ക്ക് ശേഷം ആളുകൾ പറഞ്ഞു, ഇത് നിസ്സാര കാര്യമായിരുന്നല്ലോ, ഇതിനു വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ഞങ്ങളൊക്കെ സഹായിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ആ സമയത്തൊന്നും നടന്നില്ല. എന്തായാലും ആ കുടുംബം ഇന്ന് മക്കളെല്ലാവരും വളരെ മനോഹരമായി ദൈവാശ്രയബോധത്തിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ഇവിടെ യൗസേപ്പിന്, അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റാൻ ആളുണ്ടായിരുന്നു, മിതിയാൻ കൊല്ലണ്ടായെന്ന് പറയാൻ ആളുണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ സ്വപ്നത്തെ അംഗീകരിക്കാൻ ആളില്ല. ഇവനെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അംഗീകരിക്കാൻ ആ സമയം ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ, പ്രിയമുള്ളവരെ, അവൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിന്ന് കണ്ണീരോടെ അവൻ അടിമയെപ്പോലെ മിതിയാൻ കച്ചവടക്കാരുടെ കൂടെ പോകുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദണ്ണം സ്വർഗത്തിൽ ദൈവം കാണാതിരുന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ട അനുഭവങ്ങൾ. സഹോദരങ്ങളെല്ലാം സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിച്ചിരിക്കുന്നു. ഞാൻ യാതൊരു തെറ്റും ചെയ്യാതെ, യോസേപ്പ് ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, ഒരു തെറ്റും ചെയ്യാതെ, നാഥ, ഞാൻ അങ്ങ് എനിക്ക് തന്നൊരു ദർശനമാണ്. പക്ഷെ ഞാൻ ആ ദർശനം വിവരിച്ചപ്പോൾ എനിക്ക് ഇത്രയും അനുഭവം ഉണ്ടായി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ദൈവമേ എന്ന് അവൻ അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ടാവും. അവൻ മിതിയാൻകാരുടെ കൂടെ പോകുമ്പോഴും അവൻ കൂട്ടായ്മ വിട്ടുപോയതിൻ്റെ അനുഭവം, എന്തിൻ്റെ പേരിൽ? ദൈവത്തോട് ചേർന്നതിൻ്റെ പേരിൽ, നിഷ്കളങ്കനായി നിന്നതിൻ്റെ പേരിൽ, യാതൊരു അനീതിയുമില്ലാത്തതിൻ്റെ പേരിൽ ഇത്രയും പീഡ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെയും നമ്മുടെയും ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴും ഉണ്ടാകുന്ന, തെറ്റ് ചെയ്യാതെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, പലരും സഹായിക്കാനായിട്ട് അപ്പുറത്ത് നിൽക്കുന്നു, പക്ഷേ അപ്പുറത്തേക്കൊന്നും മിണ്ടാൻ പറ്റാതെ വരുമ്പോൾ, സമൂഹത്തെ, നിയമത്തെയൊക്കെ പേടിച്ചിട്ട് സത്യം കണ്ടതാണെങ്കിലും ഒരു ദിക്സാക്ഷി പറയാൻ ഭയന്നിട്ട് നിൽക്കുമ്പോൾ, നിരപരാധി വീണ്ടും അപരാധിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, നിരപരാധി വീണ്ടും ക്രൂശിക്കപ്പെടുമ്പോൾ, നിരപരാധികളെ വീണ്ടും വീണ്ടും തിന്മപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രയോ ഭയാനകമാണ്. പ്രിയമുള്ളവരെ, പരിശോധിക്കുക. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ഒരു തലമുടിയുടെ കൊഴിയുന്നില്ല. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ, അവിടുത്തെ സമയത്തിൻ്റെ തികവിൽ ഞാനും ഈ പ്രതിസന്ധികളിൽ നിന്ന് സജീവനായി എഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ മുമ്പിൽ എല്ലാം കാലും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും എന്നൊരു തിരിച്ചറിവുണ്ടായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അറിഞ്ഞോ അറിയാതെയോ ഈ കാലങ്ങളിൽ ഏതെങ്കിലും നിരപരാധിയെ ക്രൂശിക്കുന്നതിന് കൂട്ടുനിന്നിട്ടുണ്ടോ? സത്യം പറയേണ്ട അടുത്ത് മൗനം പാലിച്ചിട്ടുണ്ടോ? സാക്ഷി പറയേണ്ട അടുത്ത് സാക്ഷി പറയാതെ ഓടിപ്പോയിട്ടുണ്ടോ? സാക്ഷി പറയേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് പലരെയും മരണത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നാഥ ഞങ്ങളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ. യേശുവേ, ഞങ്ങൾ ചെയ്തു പോയിട്ട് സകല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. നാഥ, കൃപ ചൊരിയണമേ. യേശുവേ, പൂർവ്വപിതാവായ യൗസേപ്പിനെ പോലെ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി വേദനകൾ ആ നാളുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് തോന്നിയിട്ടുണ്ട്. പൊറുക്കണമേ കർത്താവേ. ഞങ്ങളെ ഉപദ്രവിച്ചവരോട്, ഞങ്ങളെ ഉപേക്ഷിച്ചവരോട്, ഞങ്ങളെ അവഗണിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ക്ഷമിക്കുന്നു കർത്താവേ, ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി
എൻ്റെ ശുശ്രൂഷ ആ വേല മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ കഠിന പ്രയത്നം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിലും താമസിച്ചുള്ള ധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനകളിലും ഏകദിന ധ്യാനങ്ങളിലും ദമ്പതി ധ്യാനത്തിലും യുവതി യുവാക്കന്മാർക്കുള്ള ധ്യാനത്തിലെല്ലാം പങ്കെടുത്ത് വളരെ ശക്തമായി ദൈവ വേല ചെയ്യുവാനും ദൈവികരായി ജീവിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നന്മകളും ഒത്തിരി കരുണകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മിലേക്ക് തിരിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.